ബദർ ദിനത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് യൗമുൽ ഫുർഖാൻ. വമാ അൻസൽനാ അലാ അബ്ദിനാ യൗമുൽ ഫുർഖാൻ. ഫുർഖാനിന്റെ ദിവസത്തിൽ നമ്മുടെ അടിമയുടെ മേൽ നാം ഇറക്കിയത്. ഏതാണ് യൗമുൽ ഫുർഖാൻ? യൗമുൽ തഖൽ ജംആൻ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ദിവസം. സത്യത്തിന്റെ സംഘവും അസത്യത്തിന്റെ സംഘവും, സ്വർഗത്തിന്റെ സംഘവും നരകത്തിന്റെ സംഘവും, നന്മയുടെ പക്ഷവും തിന്മയുടെ പക്ഷവും. സ്വർഗത്തിന്റെ ആളുകൾ മുഴുവനും അന്നവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? ഇല്ല. നരകത്തിന്റെ ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടിയിട്ടുണ്ടോ? ഇല്ല. ലോകത്തുള്ള സർവ വിശ്വാസികളെയും സ്വർഗത്തിലേക്കുള്ള ആളുകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറ്റുമുട്ടിയിട്ടുള്ള ആ കൊച്ചു സംഘത്തെ പറ്റി ഖുർആൻ പറയുന്നു യൗമൽ തഖൽ ജംആൻ. ഏറ്റവും കൂടുതൽ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും നരകത്തിലാണ്. വളരെ കുറഞ്ഞ ആളുകളാണ് നരകത്തിലേക്കുള്ളവരെ അപേക്ഷിച്ച് സ്വർഗത്തിലുള്ളത്. 1000 മനുഷ്യരിൽ 999 നരകത്തിലേക്ക് പോകുമ്പോൾ ഒരാളാണ് സ്വർഗത്തിലേക്ക്. എല്ലാവരും സ്വർഗത്തിലാണ് അങ്ങനെ മനസ്സിലാക്കണ്ട. ആ കോടാനുകോടി നരകത്തിലെ ആളുകളെ പ്രതിനിധീകരിച്ചു വന്നിട്ടുള്ള 1000-ൽ കുറഞ്ഞ ആ ഒരു സംഘമാണ് അൽ ജം, ഒരു സംഘം. ഈ രണ്ട് സംഘവും ഒരുമിച്ച് ഏറ്റുമുട്ടിയ ദിവസത്തെ പറ്റി ഖുർആൻ പറഞ്ഞു യൗമുൽ ഫുർഖാൻ. അപ്പൊ വിശുദ്ധ ഖുർആനിനെ ഏതെല്ലാം രൂപത്തിലാണ് നമ്മൾ കാണുന്നത്? ഖുർആനിനെ ഏത് രൂപത്തിലാണ് നമ്മൾ ആദരിക്കുന്നത്? ഖുർആനിനെ കുറിച്ച് എത്ര വാചാലമായിട്ടാണ് നമ്മൾ പറയുന്നത്? ഖുർആനിൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉള്ളത്? അതേപോലെ അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളും ഉള്ള ലോകത്തിന് കാണാൻ കഴിഞ്ഞ ഒരു ദിവസമാണ് യൗമ ബദർ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹി വ ഉഖ്റാ കാഫിറ. രണ്ട് സംഘത്തിൽ നിങ്ങൾക്ക് ആയത്തുണ്ട് എന്നാണ്. ആയത്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചതൊക്കെ മുഅ്ജിസത്ത് എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ ഏറ്റുമുട്ടിയ രണ്ട് സംഘത്തിൽ നിങ്ങൾക്ക് വലിയ മുഅ്ജിസത്ത് ഉണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ധർമ്മസമരം നടത്തുന്ന ഒരു ഫിഅ, ഒരു ചെറിയ ന്യൂനപക്ഷം. കമ്മിൻ ഫിയത്തിൻ ഖലീല ഗലബത് ഫിയത്തൻ കസീറ. എത്രയെത്ര ന്യൂനപക്ഷമാണ് മഹാഭൂരിപക്ഷത്തെ ജയിച്ചടക്കിയത്. അങ്ങനത്തെ ഒരു ഫിഅ. വ ഉഖ്റാ കാഫിറ, സത്യനിഷേധികളാകുന്ന മറ്റൊരു ഫിഅ, ഒരു സംഘം. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവർ ഈ അങ്കുലി പരിമിതമായ ന്യൂനപക്ഷമായ ഈ 305 പേരെ അവർ കാണുന്നു. മിസ്ലൈഹിം, അവരുടെ രണ്ടിരട്ടി. അവർ 950, 1000-ൽ താഴെ 950. ആ 950-നെ 50 ആളുകൾ ഈ 305-നെ കാണുന്നു. എത്രയായിട്ട് കാണുന്നു? മിസ്ലൈഹിം, 1900 ആയിട്ട് കാണുന്നു. 305 ആളുകളെ 1900 ആളുകളായിട്ട് തോന്നുന്നു എന്നല്ല, 1900 ആളുകളായിട്ട് കാണുന്നു. റഅയൽ ഐൻ, കണ്ണിൽ കാണുകയാ. അങ്ങനെ ഊഹിച്ചെടുക്കല്ല, അങ്ങനെ ചിന്തിക്കല്ല. 305 ആളുകളെ 1900 ആളുകളായി അവർ കണ്ണിൽ കാണുന്നു.
അതന്നെ വലിയ അത്ഭുതം. അപ്പോൾ ഒരാൾ എത്ര ആളായിട്ട് കാണേണ്ടി വരും? ഒരാൾ എത്ര ആളായിട്ട് കാണേണ്ടി? 305 ആളുകളെ 1900 കാണണമെങ്കിൽ ഒരാളെ എത്ര ആളായിട്ട് കാണേണ്ടി വരും? ഇതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വലിയ മുഅ്ജിസത്ത് ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ 23-ാമത്തെ വയസ്സിലാണ് ഹിജ്റ. പിന്നീട് 10 കൊല്ലമാണ് നബിയുടെ കാലം. ഈ 10 കൊല്ലമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പരിപൂർണമായ വളർച്ചയുടെയും പഠനത്തിൻ്റെയും പ്രയോഗവൽക്കരണത്തിൻ്റെയും കാലം. ആ 10ലേക്ക് ചേർക്കുന്നതാണ് ഖുലഫാ ഉർ റാഷിദീൻ 30 കൊല്ലം. അങ്ങനെ ഇസ്ലാമിൻ്റെ യുവത്വമാണ് 40 കൊല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലെ 10 കൊല്ലം, അതിനുശേഷമുള്ള ഖുലഫാ ഉർ റാഷിദീൻ 30 കൊല്ലം. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാ ഉർ റാഷിദീൻ. അപ്പോൾ ഇസ്ലാമിൻ്റെ പൂർണ്ണമായ ആരോഗ്യമുള്ള പ്രയോഗവൽക്കരണത്തിൽ വരുത്തുന്ന പ്രായോഗികമായിരിക്കുന്ന കാലഘട്ടം ഈ 40 കൊല്ലമാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണ് മദീനയിലെത്തിയത്. ഈ റബീഉൽ അവ്വൽ 12 കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും മദീനയിൽ താമസിക്കുന്ന മറ്റുള്ളവരോടുമൊക്കെ കൂടിയാലോചന നടത്തി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിക്കുകയാണ്. ഒരു ഭരണത്തിൻ കീഴിൽ, ഒരു ഇമാമിന്റെ കീഴിൽ നടത്തുന്ന സമരമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ നിന്നുകൊണ്ട് നിർദ്ദേശമനുസരിച്ച് ചെയ്യുന്ന ധർമ്മസമരത്തിന് പങ്കെടുക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ദുനിയവിയായ ഷഹീദ് എന്ന് പറയുള്ളൂ. എങ്ങനെ ആരെങ്കിലും പോയിട്ട് മറ്റുള്ളതിനൊക്കെ കലാപം എന്നാണ് പറയാം. വർഗീയ കലാപം, രാഷ്ട്രീയ കലാപം, അത് സത്യത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെ, നീതിക്ക് വേണ്ടിയാണെങ്കിൽ തന്നെ, ധർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ തന്നെ ഒരു ഭരണാധികാരിയുടെ കീഴിലല്ലാതെ, നിർദ്ദേശമല്ലാതെ നാം നടത്തുന്ന വിപ്ലവത്തിന്, സമരങ്ങൾക്ക് പറയുന്നത് കലാപം എന്നാണ്. ശരിക്കതിന് ജിഹാദ് എന്ന് പറയില്ല. ഓർത്തു നോക്കൂ. അതുകൊണ്ടാണ് ആദ്യം ഒരു ഭരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ചു. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിൽ, റബീഉൽ അവ്വൽ കഴിഞ്ഞ് 6 മാസം ആദ്യത്തെ റമദാനിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാമിക സൈനിക നീക്കത്തിന്റെ തുടക്കം ബദർ അല്ല. ഒന്നാമത്തെ വർഷം തന്നെ റമദാൻ മാസം. പക്ഷേ ആ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലായി സാക്ഷാൽ അംർ ഇബ്നു ഹിഷാം, അബൂജഹൽ എന്ന് വിളിക്കുന്ന അംർ ഇബ്നു ഹിഷാമിന്റെ നേതൃത്വത്തിലായി ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ സാമ്പത്തികമായിട്ട് അവരെ ക്ഷീണിപ്പിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ ഉപരോധത്തിന്റെ ഒരു ചെറിയ താക്കീത്, വാണിംഗ് നൽകുന്നതിന് വേണ്ടി ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉൾപ്പെടെയുള്ള 20 മുഹാജിറുകളായ സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈസ് എന്ന് പറയുന്ന കടൽ തീരത്തേക്ക് പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിരുന്നു. അതാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ സൈനിക നീക്കം. അതിന്റെ നേതൃത്വം മഹാനായ ഹംസത്ത് റളിയല്ലാഹു അൻഹു ആണ്. 20 ആളുകളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. അതും തന്നെ
മക്കക്കാരുടെ കച്ചവട സംഘത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാനല്ല, കച്ചവട സംഘത്തെ പിടിച്ചെടുക്കാനല്ല, സ്വത്ത് പിടിച്ചെടുക്കാനല്ല. ഇനി ഞങ്ങൾക്ക് യമനിലേക്കും ഷാമിലേക്കുമുള്ള ഞങ്ങളുടെ കച്ചവട യാത്ര സുരക്ഷിതമല്ല എന്ന താക്കീത് നൽകാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ മക്കക്കാരുടെ സാമ്പത്തിക സ്രോതസ് രണ്ട് കച്ചവടം, യമനിലേക്കും ഷാമിലേക്കുമുള്ള കച്ചവടം. മക്കയിൽ ഒരു കൃഷി യോഗ്യമായ ഭൂമിയല്ല, ഒരു വരുമാനവും അവർക്ക് വേറെയില്ല. മക്കയിൽ നിന്ന് പരമാവധി വിലപിടിപ്പുള്ള വസ്തുക്കൾ അവർ ശേഖരിച്ചുകൊണ്ട് അവർ ഷാമിലും അതുപോലെ യമനിലും കൊണ്ടുപോയിട്ട് വിൽക്കും. വിറ്റിട്ട് യമനിൽ നിന്നും ഷാമിൽ നിന്നും ഇഷ്ടം പോലെ ചരക്കുകൾ അവര് മക്കയിൽ കൊണ്ടുവന്നിറക്കും. ഇങ്ങനെ എക്സ്പോർട്ടും ആൻഡ് ഇമ്പോർട്ടും ഈ രണ്ട് കച്ചവടമാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്. ഈ കച്ചവടത്തിന് യമനിലും ഷാമിലും അവർക്ക് ലൈസൻസ് വാങ്ങിക്കൊടുത്തത്, അവരുമായിട്ട് ആ മറ്റു രാഷ്ട്രവുമായിട്ട് കരാറ് ചെയ്ത് യഥേഷ്ടം ഇവരെ കച്ചവടത്തിന് നികുതിയില്ലാതെ കച്ചവടം ചെയ്യാൻ അവർക്ക് സമ്മതം വാങ്ങിക്കൊടുത്തത് മുത്തുനബിന്റെ ഉപ്പാപ്പ ഹാഷിം എന്നവരായിരുന്നു. അതുകൊണ്ട് മക്കയിലെ സർവ്വ ആളുകൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോട് ഇങ്ങനെ ഒരു കടപ്പാട് അവർക്കുണ്ട്. ഹാഷിമാണ് ഷാമിലും അതുപോലെ തന്നെ യമനിലും ഈ കച്ചവടത്തിന് വേണ്ടിയുള്ള ചട്ടവട്ടങ്ങൾ കൂട്ടി അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് അന്നത്തെ രീതിയിലുള്ള ലൈസൻസ് വാങ്ങിക്കൊടുത്തത്. ഒരു രാജ്യത്തെ സാധനങ്ങൾ വേറെ രാജ്യത്തേക്ക് അങ്ങനെ കയറ്റി അയക്കാൻ പറ്റില്ല, അവിടുത്തെ ഇവിടെ ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല, അതിനൊക്കെ രാജ്യാന്തര നിയമങ്ങളുണ്ട്. അങ്ങനെ ആ കരാറിൽ ഒപ്പിട്ട് ആ സ്വാതന്ത്ര്യം അവർക്ക് നേടിക്കൊടുത്തത് മുത്തുനബിന്റെ ഉപ്പാപ്പ ഹാഷിമായിരുന്നു. അതുകൊണ്ട് ആ ഹാഷിമിനോടും കുടുംബത്തോടും അവർക്ക് വലിയ കടപ്പാടാണ്. അതുകൊണ്ട് മക്കക്കാരെ ആദ്യമായിട്ട് സാമ്പത്തികമായിട്ട് ക്ഷീണിപ്പിക്കണം, സാമ്പത്തികമായിട്ട് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തണം. അല്ലാതിരുന്നാലോ മദീന ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് തുടരും, മക്ക എന്നും കുഫറിലായിട്ട് തുടരും, ലോകരാജ്യങ്ങൾ അതേപോലെ ഉണ്ടാകും. പോരാ, ഈ വിശുദ്ധ ഇസ്ലാം മക്കയിലും മദീനയിലും എന്ന് വെക്കേണ്ട, ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണം എത്തണം, ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരണം, ഇസ്ലാമിനെ കുറിച്ച് ലോകാന്തരത്തിൽ അറിയണം. അതിനു വേണ്ടിയിട്ടായിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു സൈനിക നീക്കം നടത്തിയിരുന്നത്. ഷാമിലേക്ക് പോകുന്ന ഒരുപാട് വഴികളുണ്ട്. ഇവിടുന്ന് വയനാട്ടിലേക്ക് പോകുകയാണെങ്കിൽ എത്ര വഴികളുണ്ട്, പല വഴികൾക്കും പോകാൻ പറ്റും. അതൊക്കെ അന്നത്തെ രീതിയിൽ അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അബുൽ ഹകം അമർ ബിൻ ഹിഷാമിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സംഘവും ഹംസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള സംഘവും തമ്മിൽ മുഖാമുഖം ഒരു പോരാട്ടത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ആ പ്രദേശത്ത് ഒരു മാന്യനായ മനുഷ്യൻ ഇടപെട്ട് ഒരു സന്ധി ഉണ്ടാക്കി. ആ സന്ധിയിൽ അന്നത്തെ ഏറ്റുമുട്ടലില്ലാതെ പോയി. ആ സന്ധിയെ കുറിച്ച് പിൽക്കാലത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഏറ്റവും ബറക്കത്തുള്ള സന്ധി എന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ശവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുകളായ സ്വഹാബികളെ തന്നെ മഹാനായ ഉബൈദത്ത് ഇബ്നു ഹാരിസിന്റെ നേതൃത്വത്തിലായിട്ട് അങ്ങ് റാബഗ് എന്ന സ്ഥലത്തേക്ക് ഒരു പോരാട്ടത്തിന് അയച്ചിട്ടുണ്ട്, സൈനിക നീക്കം നടത്തിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കച്ചവട സംഘത്തെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്ത മാസങ്ങളിൽ ഇതുപോലെ സൈനിക നീക്കം നടത്തി. ഈ 3 സൈനിക നീക്കത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടാത്ത സൈനിക നീക്കത്തിനാണ് സാങ്കേതികാർത്ഥത്തിൽ ശരീഅത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ പുറപ്പെട്ട സൈനിക നീക്കത്തിനാണ് സാങ്കേതികാർത്ഥത്തിൽ ഗസ്വത്ത് എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഞാൻ ചുരുക്കി പറയുന്നു. വീണ്ടും 2ാമത്തെ വർഷം റബീഉൽ ആഖിർ മാസത്തിലും ജമാദുൽ ഉഹ്ല മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുപോലെ സൈനിക നീക്കം നടത്തിയിട്ടുണ്ട്. അതല്ല, ആ സൈനിക നീക്കത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അങ്ങ് ഷാമിലേക്ക് പോകുന്ന ഏറ്റവും വലിയ കച്ചവട സംഘം, 300 ആളുകളുള്ള സംഘം, ആ 300 ആളുകളെ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 200 ആളുകളെ പറഞ്ഞയച്ചിരുന്നു. വേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പറഞ്ഞ സംഘമാണ് അബൂ സുഫിയാൻ. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ അങ്ങ്
നമുക്ക് അറിയാം മവാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരുന്നു. ഈ മവാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള അവിടെയാണ് അബൂ സുഫിയാൻ അവസാനമായി 6ാമത്തെ സൈനിക നീക്കം നടത്തുന്നത്. അബൂ സുഫിയാൻ കുശാഗ്ര ബുദ്ധിശാലിയും ഊടുവഴികൾ നന്നായിട്ട് വശമുള്ള ആളുമായതിനാൽ ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 200 ആളുകളെ പ്രതിരോധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നീക്കത്തിന് പറഞ്ഞയച്ചിരുന്നു അതിന്റെ മുമ്പ്. പക്ഷേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിലുള്ള 30 ആളുകളും അതുപോലെ തന്നെ ശത്രുപക്ഷത്തുള്ള 300 ആളുകളും അതിഭയങ്കരമായിരിക്കുന്ന ഏറ്റുമുട്ടലിന് തയ്യാറായിട്ട് ഹേതു എടുക്കാൻ വേണ്ടി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അമ്പെയ്തിരുന്നു. 20 അമ്പുകൾ സ്വന്തം ആവനാഴിയിൽ നിന്നെടുത്ത് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു അമ്പെയ്തിട്ട് ആ 20 അമ്പുകളും ശത്രുക്കളുടെ ഒന്നുകിൽ മൃഗത്തിനോ അല്ലെങ്കിൽ അവരുടെ പോരാളികൾക്കോ കൊണ്ട്, പക്ഷേ അവർ പ്രതികരിക്കാതെ ഉമയ്യത്ത് ബിൻ ഖലഫായിരുന്നു അന്ന് ശത്രുക്കളുടെ കച്ചവട സംഘത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഒരു ഏറ്റുമുട്ടലില്ലാതെ അവർ പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ മുമ്പ് 6 സൈനിക നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 7ാമത്തെ സൈനിക നീക്കമാണ് ബദർ എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 1000 ഒട്ടകങ്ങളും നിറയെ ചരക്കും ആ കച്ചവട സംഘം പോകുമ്പോൾ 50,000 സ്വർണ്ണ നാണയങ്ങളാണ് അബൂ സുഫിയാന്റെ കൂടെ ഉണ്ടായിരുന്നത്. 1000 ഒട്ടകങ്ങൾ നിറയെ ഭാരം ചുമന്ന ഒട്ടകങ്ങളുമായിരുന്നു, ചരക്കുകളുമായിരുന്നു. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ എത്ര പവൻ ഉണ്ടാവുമെന്ന് കണക്കൂട്ടി നോക്ക്. അത്ര വലിയ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ഷാമിലേക്ക് പോകുന്ന കച്ചവടത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാന്മാരായ മുഹാജിറുകളായ സ്വഹാബികളെ പറഞ്ഞു വെച്ചു. പക്ഷേ അബൂ സുഫിയാൻ തന്ത്രപരമായി രക്ഷപ്പെട്ടു. ആ സംഘം തിരിച്ചു വരുമ്പോൾ അവരിനി തിരിച്ചു വരാൻ പോവുകയാണ്. ആ തിരിച്ചു വരുമ്പോൾ അവരുടെ കച്ചവട സംഘത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവരെ പേടിപ്പിക്കുവാനും പിടിച്ചെടുക്കാനും വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുന്നത്. പക്ഷെ 7ാമത്തെ പുറപ്പെടുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അതെന്താ? നേരത്തെയുള്ള 6 സൈനിക നീക്കത്തിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചിരുന്നത് മുഹാജിറുകളെ മാത്രമാണ്. മക്കയിൽ നിന്ന് വന്ന സ്വഹാബികളെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയുമാണ്. ഹംസത്ത് റളിയല്ലാഹു അൻഹു പിതൃവ്യനാണ്. ഉബൈദ് ബിൻ ഹാരിസ് പിതൃവ്യ സഹോദരനാണ്. അലി റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പിതൃ സഹോദരന്റെ മകനാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ പലപ്പോഴും മഹാഭൂരിപക്ഷത്തോട് ന്യൂനപക്ഷം പൊരുതുമ്പോൾ പരാജയം സംഭവിച്ചേക്കാം, മരണം സംഭവിച്ചേക്കാം. അതുകൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അടുത്ത കുടുംബാംഗങ്ങളെയാ പറഞ്ഞയച്ചിരുന്നത്. ഒരാൾ പോലും അൻസ്വാരികളിൽ നിന്നുണ്ടായിരുന്നില്ല. മറിച്ച് 7ാമത്തെ സൈനിക നീക്കം, ആ സൈനിക നീക്കം നടക്കുമ്പോൾ ബദറിലേക്ക് എന്ന് ലക്ഷ്യം വെച്ചിട്ടില്ല, ഇവിടെ വെച്ച് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് മൊത്തത്തിൽ പറയുകയാ, നമുക്ക് ഖുറൈശി കച്ചവട സംഘത്തെ നമുക്ക് പിടികൂടണം. ആ പിടികൂടി 1000കണക്കിന് സ്വർണ്ണ നാണയങ്ങളും ഇഷ്ടം പോലെ സമ്പത്തുമായി ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുന്ന 100-ൽ താഴെ അംഗങ്ങൾ മാത്രമുള്ള സംഘത്തെ നമുക്ക് പിടികൂടാൻ സാധിച്ചാൽ ഒരുപക്ഷെ ഇസ്ലാമിലെ 1ാമത്തെ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന ഭാഗ്യം നിങ്ങൾക്ക് കിട്ടും. വിജയിക്കുമ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സമ്മാനം തരും, ഇഷ്ടം പോലെ സമ്പത്ത് നിങ്ങൾക്ക് കിട്ടും. ഈ സാമ്പത്തിക സ്രോതസ്സും നിങ്ങൾക്ക് സമ്പത്ത് കിട്ടും, നിങ്ങൾക്ക് സമ്മാനം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സഹാബികളെ മുത്തുനബി കൊണ്ടുപോകുന്നത്. ആദ്യമായൊരു പോരാട്ടത്തിന് കൊണ്ടുപോവുകയല്ല, പോരാട്ടത്തെ കുറിച്ച് പറയുകയല്ല. അങ്ങനെ ഒരു പോരാട്ടത്തെ കുറിച്ച് നേരത്തെ തന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ ഈ സഹാബാക്കളോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം ഇതാകുമായിരുന്നില്ല. അതുകൊണ്ട് മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ ആ വർഷം ആ റമദാനിൽ
ആദ്യമായിട്ട് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. നേരത്തെ മുത്തുനബിയും സ്വഹാബത്തും നോമ്പ് നോറ്റ് പരിചയമുണ്ട്. നീണ്ട ഒരു മാസത്തെ നോമ്പില്ല, മുഹറം 10 നോമ്പ് നോറ്റിട്ടുണ്ട്. പലപ്പോഴും പല നോമ്പുകളും അനുഷ്ഠിച്ചിട്ടുണ്ട്. നീണ്ട ദീർഘമായ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റയുടെ 2-ാം കൊല്ലത്തില് വിശുദ്ധ റമളാനിനെ സംബന്ധിച്ചും റമളാനിലെ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും റമളാനെ സ്വീകരിക്കേണ്ട രൂപഭാവങ്ങളെ കുറിച്ചും ഈ സ്വഹാബത്തിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ മുത്തുനബി മദീനയിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ തങ്ങൾ ഉണ്ടായില്ല. അനിവാര്യ ഘട്ടത്തിൽ തങ്ങൾ സൈനിക നീക്കത്തിന് പോവുകയാ. ബദർ നൽകുന്ന പാഠമതാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ബദറുസാദത്ത് തങ്ങൾ ഉപ്പാപ്പ ഈ വിശുദ്ധ റമളാനില് ബദർ അനുസ്മരണത്തിന് നേതൃത്വം നൽകുന്നതിനും അതുപോലെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ സജീവമായിട്ട് തങ്ങൾ ഉണ്ടാവേണ്ടതാ. പക്ഷെ അതിനേക്കാൾ അനിവാര്യമായ കാര്യങ്ങൾക്ക് അവിടുന്ന് പോവുകയാ. ഹബീബ് റസൂലുള്ളാഹ് ഹിജ്റ റമളാൻ മാസം 8-ന് മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ രോഗശയ്യയില. റുഖിയ ബീവി അറിയുമോ, വല്ലാത്ത സൗന്ദര്യമുള്ളവരാ. അതേ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെയും റുഖിയ ബീവി റളിയല്ലാഹു അൻഹാ മഹ്ദിയെയും അത്ര സൗന്ദര്യത്തിന്റെ നിറകുടമായതിനാൽ പലപ്പോഴും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതേ പല ആളുകളിൽ നിന്നും പലതും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. കിന്നാരങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പൂവാല ശല്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്രയ്ക്കും സൗന്ദര്യത്തിന്റെ നിറകുടമായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട ബീവി റുഖിയ. ആ റുഖിയ ബീവിക്ക് രോഗം പിടിപെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോകുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് യാത്ര ചോദിക്കാൻ പോയതാ. റുഖിയ ബീവി കിടന്ന കിടത്തത്തിന് എഴുന്നേറ്റ് വന്നിട്ട് റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ച് ശറഫാക്കപ്പെട്ട ചുണ്ടുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചുണ്ടുകൾ തന്റെ മാർവിടത്തിലേക്ക് ചേർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, നിറകണ്ണുകളോടെ ഉപ്പ പോകല്ല, ഈ സമയത്ത് ഉപ്പ എന്നെ വിട്ടു പോകരുത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തരവാദിത്ത ബോധമാ, തങ്ങളുടെ പ്രത്യേക അനിവാര്യ ഘട്ടമാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട്, ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് കൂടെ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങളെ തന്റെ മകളെ കാര്യം ഏൽപ്പിച്ചുകൊണ്ട് തങ്ങൾ പോവുകയാ. ബദറിലേക്ക് എന്നില്ല, ഈ സൈനിക നീക്കത്തിന് പോവുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബികളോട് ഇങ്ങനെ പറഞ്ഞതിനാൽ 232 അൻസ്വാരികൾ ഉണ്ടായിരുന്നു, 81 മുഹാജിറുകൾ ഉണ്ടായിരുന്നു. ഒരഭിപ്രായം അനുസരിച്ച് അല്ല, 240-ൽ കൂടുതലും അൻസ്വാരികളാ, അതിൽ ബാക്കിയുള്ളവരെ മുഹാജിറുകളുള്ളൂ എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂല് സഹാബാക്കളോട് മൊത്തത്തിൽ പറഞ്ഞ് അൻസാറുകളെ ഉൾപ്പെടുത്തി ആദ്യത്തെ സൈനിക നീക്കം അഥവാ 7ാമത്തെ സൈനിക നീക്കമാണ് ഈ ബദർ എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ 305 ആളുകള് 313 8 പേര് പങ്കെടുക്കാത്തവരാ, പങ്കെടുത്തവർ 305 ഈ 305 ആളുകളുടെ കൂട്ടത്തില് 2 കുതിരകളാണ് ഉള്ളത്, 8 വാളുകളാണ് ഉള്ളത്, 9 പടയങ്കിയാണ് ഉള്ളത്, 70 ഒട്ടകങ്ങളാണ് ഉള്ളത്. സുബ്ഹാനല്ലാഹ്, ഒരു സ്വഹാബിയും ഒരു പോരാട്ടം കണ്ണിൽ കാണുന്നില്ല, അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നില്ല. സാധാരണ നമ്മുടെ ഏറനാട് ഭാഗത്തുള്ള മരവരെ മാപ്പിള മക്കൾ പഴയ കാലത്ത് ഒരു പീച്ചാത്തി അവനവന്റെ കയ്യിലുണ്ടാകും. ആ പീച്ചാത്തി പോലെയാ അറബികൾക്ക് വാളെന്ന് പറയുന്നത്, അതവരെ കഴുത്തിൽ തൂക്കിയിടും. പക്ഷേ ഈ സ്വഹാബത്തിന്റെ കൂട്ടത്തില് ആകെ ഉണ്ടായിരുന്നത് മക്കളെ തുച്ഛമായ 8 വാളുകളാണ്.
9 പടയങ്കികളാണ്. അതേ കുതിരകൾ രണ്ട് കുതിരകളാണ്. ഒരു കുതിര എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നമ്മുടെ പഴയകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ കന്നൂട്ടാൻ വേണ്ടി ആളുകളെ വിളിക്കും. ഈ കന്നുകൂട്ടുന്ന മനുഷ്യന് കിട്ടുന്ന കൂലിയും ഒരു കൂലി ഈ കന്നൂട്ടുന്ന ആൾക്ക് കൊടുക്കുമ്പോൾ അതേപോലത്തെ കൂലി ഈ 2 കാലികൾക്കും കൊടുക്കും. ഇങ്ങനെയല്ലേ പഴയകാലത്ത് നമ്മുടെ നാട്ടിൽ കന്നൂട്ടലുണ്ടായിരുന്നത്. ഒരാളെ കൂലി 50 ആണെങ്കിൽ കന്നൂട്ടുമ്പോൾ 100 രൂപ കൂലിയാണ്. 50 രൂപ കന്ന് കൂട്ടുന്നവനാണ്, മറ്റേ 50 രൂപ കാലികൾക്കുമാണ്. എന്നാൽ യുദ്ധക്കളത്തിലെ കുതിരകൾക്ക് മുത്തുനബി നൽകിയത് എത്രയാണെന്നറിയോ? ഒരു യോദ്ധാവിന് കിട്ടുന്ന പ്രതിഫലത്തിന്റെ 2 ഇരട്ടിയാണ് കുതിരക്ക് കൊടുത്തിരുന്നത്. കാരണം യുദ്ധക്കളത്തിൽ പാടവമുള്ള ഒരു കുതിരയെങ്ങാനും ശത്രുവിലേക്ക് എടുത്തു ചാടിയാൽ ആ ശത്രുവിനെ ലക്ഷ്യമിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ രക്ഷപ്പെടാറില്ല. അത്രയും പാഠമുള്ളവരാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് സത്യം ചെയ്തു പറഞ്ഞതാ, വൽആദിയാതി ളബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹൻ ഫാസർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ. എന്തൊരു അനുസരണമുള്ളവരാണ് കുതിരകൾ. ശത്രുവിന്റെ കൂട്ടത്തിലേക്ക് ചാടുന്ന കുതിരകൾ, ശബ്ദിക്കുന്ന കുതിരകൾ, പൊടിപടലങ്ങൾ പുറപ്പെടുവിക്കുന്ന കുതിരകൾ. ഈ ഉടമക്കാരൻ കൊടുക്കുന്നത് എന്താണ്? അതിനാഹരിക്കാൻ ആവശ്യമായിരിക്കുന്ന പുല്ലും വെള്ളവും കൊടുത്തതിന്റെ പേരില് തന്റെ ഉടമസ്ഥന് വേണ്ടി ഏത് രണാങ്കണത്തിലേക്കും മടികൂടാതെ എടുത്തു ചാടിയിട്ട് ജീവൻ ത്യജിക്കാൻ തയ്യാറായിരിക്കുന്ന കുതിരകൾ. ആ കുതിരകൾ സാക്ഷിയാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്റെ റബ്ബിനോട് എത്ര നന്ദിയില്ലാത്തവനാണ്. അല്ലാഹ് കഴിക്കാൻ ആവശ്യമായിരിക്കുന്ന പുല്ലും വെള്ളവും കൊടുത്തതിന്റെ പേരില് ആ തന്റെ ഉടമക്കാരൻ ഏത് തീച്ചൂളയിലേക്ക് എടുത്തു ചാടുകയാണെങ്കിലും, ഏത് ശത്രുവിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടുകയാണെങ്കിലും അല്പം പോലും മറച്ചു നിൽക്കാതെ, പകച്ചു നിൽക്കാതെ, ശബ്ദിച്ചുകൊണ്ട് ധീരതയോടെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടുന്ന കുതിരകൾ. ആ കുതിരയെ കണ്ട് പഠിക്കേണ്ട മനുഷ്യൻ നന്ദിയില്ലാത്ത മനുഷ്യൻ എന്ന് ഖുർആൻ പറഞ്ഞത് വെറുതെയല്ല. അങ്ങനത്തെ കുതിര ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ കൂടെ 2 കുതിരകളാ. അതേ 80 ഒട്ടകങ്ങളാ. സുബ്ഹാനല്ലാഹ്. പൊള്ളുന്ന മണൽ കൂടി നടന്ന് നീങ്ങുമ്പോൾ എന്തും പ്രതീക്ഷിച്ചാ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ വാരിക്കോരി സമ്മാനം തരും. അല്ലാഹ് ഏറ്റുമുട്ടലുണ്ടാവുകയാണെങ്കിൽ ഒന്നാമത്തെ സമരത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഈ വലിയ പ്രതീക്ഷയോടൊന്നിച്ചു പോകുന്ന സ്വഹാബ, ഈ സ്വഹാബാക്കൾ ഇങ്ങനെ പോകുമ്പോ 2ഉം 3ഉം പേര് ഒട്ടകപ്പുറത്താ. ഒരാൾ ഒട്ടകപ്പുറത്ത് നിൽക്കുന്നു, കയറുന്നു. 2 പേര് നടക്കുന്നു. കുറെ അങ്ങെത്തുമ്പോൾ അയാൾ ഇറങ്ങുന്നു, വേറൊരാൾ കയറുന്നു. 2 ആളുകൾ നടക്കുന്നു. ഈ രൂപത്തിൽ ഊഴം വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പോകുന്നത്. ഈ സ്വഹാബാക്കൾക്കുള്ള ഭക്ഷണോ മുത്ത് മുഹമ്മദ് മുസ്തഫ ഒരു കാരക്ക കൊടുക്കുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്ക ആ കാരക്ക തന്റെ വായിലിട്ടൊന്ന് കുലുക്കുന്നു. വായിലിട്ടുകൊണ്ട് കാരക്ക ഇളയ്ക്കുമ്പോൾ ഉമിനീര് പൊടിയുന്ന ഉമിനീര് കൊണ്ട് വരണ്ട തൊണ്ട നനയ്ക്കുന്നു. ആ കാരക്ക എടുത്ത് തൊട്ടടുത്ത സ്വഹാബിക്ക് കൊടുക്കുന്നു. ആ സ്വഹാബി ഇതുപോലെ വായിലിട്ടിളയ്ക്കുന്നു. പൊടിയുന്ന ഉമിനീര് കൊണ്ട് വരണ്ട തൊണ്ട നനയ്ക്കുന്നു. ഇങ്ങനെ വെള്ളം കുടിക്കുന്നു. ഈ രൂപത്തിലുള്ള ഭക്ഷണങ്ങളാ. ഇങ്ങനത്തെ സ്വഹാബികളെയുമായി ദിഫ്രാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹബീബ് ഒന്ന് പിറകിലേക്ക് നോക്കിയതാ. ആരൊക്കെയാ എൻ്റെ കൂടെ വന്നത്? ഞാൻ ബദർ മുഴുവനും പറയുന്നില്ല, ഒരു ചെറിയ കാര്യമേ പറയുന്നുള്ളൂ, ഒരു ചെറിയ ഭാഗമേ പറയുന്നുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഉണ്ട്. അതൊന്നും പറയാനുള്ള സമയമല്ലല്ലോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറകിലേക്ക് നോക്കിയപ്പോൾ
ആരാണ് തന്നെ അനുഗമിച്ചിരിക്കുന്നത്? മക്കളെ, നിങ്ങൾ അറിയണം, മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളും ഒരൊട്ടകപ്പുറത്ത് തങ്ങൾ കൂടെയുമുണ്ട് 2 പേർ. മഹാനായ അലി റളിയല്ലാഹു അൻഹു, മർസദ് റളിയല്ലാഹു അൻഹു, 3 പേർക്കും ഒരു ഒട്ടകമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്തിരുന്ന് യാത്ര ചെയ്ത് അല്പം കഴിയുമ്പോൾ ഇറങ്ങി മറ്റു 2 പേരെ കേറ്റിയിരുത്തുന്നു. അവര് പറയുന്നു, ലാ ലാ യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് വേണ്ടി എത്രയും ഞങ്ങൾ നടക്കാം, എത്രയും ഞങ്ങൾ കയറ് പിടിക്കാം, ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം. ഹബീബായ തങ്ങളുടെ വീട്ടിൽ വളർന്ന മഹാനായ അലി റളിയല്ലാഹു അൻ, മർസദ് റളിയല്ലാഹു അൻ, അല്പമൊക്കെ വബീഉൽ ബാബ റളിയല്ലാഹു അൻ ഇരിക്കട്ടെ. മാൻതുമാ അഖ്വാമിന്നി മശിയൻ, എന്നെക്കാൾ കൂടുതൽ നടക്കാൻ ശക്തിയുള്ളവരല്ല നിങ്ങൾ. വലാ അനാഗിനാ മിൻകുമാ അജ്റ, നിങ്ങളെക്കാൾ കൂടുതൽ കൂലി വേണ്ടാത്തവനല്ല ഞാൻ. ബദറിലേക്ക്, സമരത്തിലേക്ക് അള്ളാഹുവിൻ്റെ സബീലിൽ നടന്നിട്ടുള്ള പൊടിപടലങ്ങൾ നടന്ന അതിൻ്റെ പ്രതിഫലം നിങ്ങളെപ്പോലെ അതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളവനാണു ഞാൻ. ഹബീബും നടക്കുകയാ. അങ്ങനെയാണ് പിറകേട്ട് നോക്കി ആരാ തന്റെ പിറകിലുള്ളത് എന്ന് നോക്കുമ്പോ ഹബീബിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ഇന്നഹും ഹുഫാ, എന്റെ ഈ പാവപ്പെട്ട അനിയാൾ ചെരുപ്പില്ലാത്തവരാ, അവര് പൊള്ളുന്ന മണലിൽ കൂടി ചെരുപ്പില്ലാതെ നടക്കുന്നവരാ. ഫഹ്മിൽഹും, തിരിച്ചു പോകുമ്പോ ഈ സമരത്തിൽ അവർക്ക് സമരാർജിത സമ്പത്ത് കൊണ്ട് അവർക്ക് വാഹനം കൊടുക്കല്ലാ. ഇന്നഹും ഉറാ, ഒരാൾക്ക് പോലും തികച്ചും വസ്ത്രമില്ല. തുണിയുള്ളവർക്ക് ഷർട്ടില്ല, ഷർട്ടുള്ളവർക്ക് മുണ്ടില്ല, തലപ്പാവില്ല. കേവലം അത് ഔറത്ത് മറക്കാനുള്ള മുണ്ട് മാത്രമുള്ളവരാ. എനിക്കും നിങ്ങൾക്കും എത്ര വസ്ത്രങ്ങളാ! തുണിക്കടിയിൽ വേറെ വസ്ത്രമാ, ഷർട്ടിനടിയിൽ വേറെ വസ്ത്രമാ, തലപ്പാവിനടിയിൽ വേറെ വസ്ത്രമാ. ഒരു നേരം ഒരു കൈ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒന്ന് കഴുകാൻ തന്നെ എത്ര പാടാ. അതേ സമയത്ത് ഈ 305 സ്വഹാബികളും അവര് വസ്ത്രമുള്ളവരല്ല. ഒന്നുകിൽ ഒരു തട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു മുണ്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കരിമ്പടമുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് വഫാത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പോലും അവിടുന്ന് ഒരൊറ്റ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചത് സഹിഹായ ഹദീസിലില്ലയോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ലയോ? സുബ്ഹാനല്ലാഹ്, ഇവരത്രയും പാവങ്ങളാ. ഫത്സുഹും, അതുകൊണ്ട് ഈ സമരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവർക്ക് ധരിക്കാൻ വസ്ത്രം കൊടുക്കല്ലാ. ഇന്നഹും ജിയാൾ, ഇവർ വിശന്നവരാ, ഇവർക്ക് പാഷ്മ്യം പട്ടിണി വേറെ നിറച്ചു ഭക്ഷണം കൊടുക്കല്ലാ. ഹബീബ് ദുആ ചെയ്യുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിഫ്റാനിലെത്തിയപ്പോൾ മുഖറബായ മലക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, മുത്തുനബിയേ, തങ്ങൾ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ഖുറൈശികളുടെ കച്ചവട സംഘം കടൽ തീരത്തുകൂടി രക്ഷപ്പെട്ട് മക്കയിലെത്തി. അബൂ സുഫിയാന്റെ സൂചനയനുസരിച്ച്, ഇളക്കി വിട്ടതനുസരിച്ച് മക്കക്കാര് മുഴുവനും പുറപ്പെട്ട് നഫീറായി വരുന്നു. നബിയേ, ആയിരക്കണക്കിന് ശുഭടന്മാര് സർവായുധങ്ങളുമായി, സർവസന്നാഹങ്ങളുമായി, സർവോരുക്കങ്ങളുമായി ഇതാ നാമാവശേഷമാക്കാൻ അവര് പുറപ്പെട്ടിരിക്കുന്നു. നബിയേ, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദത്വായിഫത്തൈനി അന്നഹാലതു തകൂനു ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി ലക്കും. അല്ലാഹ്, ഈ രണ്ടിൽ
ഇതിലൊരു വിഭാഗത്തെ നിങ്ങൾക്ക് ജയിച്ചടക്കാൻ കഴിയുമെന്ന് റബ്ബ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. നിങ്ങളോ ആഗ്രഹിക്കുന്നത്, നിങ്ങളോ പ്രതീക്ഷിക്കുന്നത്, നിങ്ങളോ താല്പര്യപ്പെടുന്നത് അന്ന ഗൈറ ദാത്തി ശൗക്കത്തിലേക്കും സ്വാധീനമില്ലാത്ത, ശക്തിയില്ലാത്ത, ആയുധങ്ങളില്ലാത്ത, യുദ്ധത്തിനൊരുങ്ങി വരാത്ത, എണ്ണത്തിൽ കുറവുള്ള, ധാരാളം സമ്പത്തുള്ള ആ കച്ചവട സംഘം കിട്ടിയെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. റബ്ബ് അങ്ങനെയല്ല. ഖിയാമത്ത് നാൾ വരേക്കും ഹക്കിനെ ഹക്കാക്കി നിർത്തണം, ബാത്തിലിനെ ബാത്തിലാക്കിയിട്ട് നിർത്തണം. അതാണ് പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നത്. വലൗ കരിയൽ കാഫിറൂൻ, അവിശ്വാസികൾക്ക് എത്ര അരോചകമായിട്ട് തോന്നിയാലും അതിവിടെ നടക്കേണ്ട. അപ്പോഴാണ് ഒരു പോരാട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് മുഷാവറ നടത്തുന്നത്. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിക്കുന്നത്, ഉമർ ഫാറൂഖ് തങ്ങളോട് ചോദിക്കുന്നത്, തങ്ങൾ പുറപ്പെട്ടോളോ, നമുക്ക് പോകാം. വീണ്ടും വീണ്ടും നബി ആവർത്തിച്ച് ചോദിക്കുമ്പോ മിഖ്ദാദ് ബിൻ അസ്വദ് തങ്ങൾ അയ്യാനാ തുരീദ്, ഞങ്ങളെയാണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? അൻസാറുകളെയാണോ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളെ പാരമ്പര്യം അറിയുമോ? മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ ഖൗമ് പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല. ഇദ്ഹബ് വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും ചെന്ന് യുദ്ധം ചെയ്താളാ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാ എന്ന് മൂസാ നബിയോട് പറഞ്ഞ പാരമ്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ മാന്യന്മാരാ, ഞങ്ങൾ അൻസാറുകളാ. ഏത് കടകിലേക്ക് തങ്ങൾ എടുത്തു ചാടാൻ പറഞ്ഞാലും ഖുദ്നാ ഞങ്ങൾ പ്രദേശിക്കതിലേക്ക് കടക്കുന്നതാ. തങ്ങൾക്ക് അലാ ബറക്കത്തില്ല. അല്ലാഹുവിന്റെ ബറക്കത്തനുസരിച്ച് തങ്ങൾ പുറപ്പെട്ടോളൂ. ഈ 305 ആളുകളെയാ ബദറിൽ നിർത്തുന്നത്. ഇനി ഞാൻ 1-2 കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഈ ബദരീങ്ങൾ 300 ചില്ലാനം 5 ആളുകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ കൊണ്ടങ്ങ് നിർത്തിയപ്പോൾ മഹാനായ സയ്യിദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും നബിയേ. ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ പ്രശ്നമല്ല, ത്യജിക്കേണ്ടി വന്നാൽ പ്രശ്നമല്ല, അത് വിജയിക്കുമെന്നാ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഞങ്ങളെങ്ങാനും പരാജയപ്പെട്ടാലോ, ഞങ്ങളെങ്ങാനും കൊല ചെയ്യപ്പെട്ടാലോ, ശത്രുക്കളുടെ വാളിന് ഞങ്ങൾ ഇരയായി കഴിഞ്ഞാലോ തങ്ങൾക്കൊന്നും സംഭവിച്ചുകൂടാ, ഈ പ്രബോധനം നിന്നുകൂടാ. ഞങ്ങളൊരു സുന്ദരമായ ഒട്ടകത്തെ ഒരുക്കി നിർത്തിയിട്ട് ഇവിടെ വെച്ചേക്കാം. ആ ഒട്ടകപ്പുറത്ത് തങ്ങൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് പോകണം. അവിടെയുള്ള ആളുകൾക്ക് ദീൻ പ്രചരിപ്പിക്കണം. അവർക്ക് ദീൻ അവരിൽ കൊണ്ട് ദീൻ നടത്തണം. ഈ കാര്യം നിന്ന് പോകരുത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബാക്കളെയും 305 ആളും ബദറിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ ഒരു ഭാഗം മാത്രം, ഒരു ചെറിയ ഭാഗം ഓർമ്മപ്പെടുത്തിയതാണ്. ഇതുപോലെ റമദാൻ 16 അസ്റിന് ശേഷം അതേ അബൂജഹലിന്റെ ടീം സുഹൈൽ ഇബ്നു അംർ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്ത് നിഷ്കാസനം ചെയ്യാൻ 1000 ആളുകളാ പുറപ്പെട്ടത്. 950 ആളുകളുണ്ട്. അവരടുത്തോ 200 കുതിരകളുണ്ട്. ഓരോരുത്തരടുത്തും 18 ആയുധങ്ങളുണ്ട്. അല്ലാഹ് ഇന്നത്തെ പോലെയല്ലല്ലോ, എവിടെയെങ്കിലും ബോംബ് വെച്ചുകൊണ്ട് ഓടുകയല്ല, അങ്ങകലെ നിന്ന് മിസൈലിട്ട് കൊല്ലുകയല്ല, നിരപരാധികളെ കൊന്നൊടുക്കുകയല്ല, ഒരാൾക്കും അപകടം സംഭവിപ്പിക്കുകയല്ല. നേർക്ക് നേർ നിൽക്കുന്ന പോരാട്ടമാ. അതുകൊണ്ട് തന്റെ തടുത്തു നിൽക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് മൂർച്ചയുള്ള വാളുകൊണ്ട് വെട്ടേൽക്കുമ്പോൾ തന്റെ ശരീരത്തിൽ പതിഞ്ഞുകൂടാ.
അത് പ്രതിരോധിക്കാനുള്ള കുപ്പായത്തിനാണ് പടയങ്കി എന്ന് പറയുന്നത്. അതേ ശത്രുവിന്റെ വാളുകൊണ്ട് വെട്ടേൽക്കുമ്പോൾ തലക്ക് വെട്ടിയാൽ തല പൊളിഞ്ഞു പോകൂലേ, ആ തലക്ക് വെട്ടേൽക്കാതിരിക്കാൻ ധരിക്കുന്ന തൊപ്പിക്കാണ് പടത്തൊപ്പി എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആയുധമണിഞ്ഞൊരു പട്ടാളക്കാരൻ അതാ യുദ്ധത്തിന് വരുമ്പോൾ, പോർവിളിക്ക് വരുമ്പോൾ, മുഖാമുഖം നിൽക്കുമ്പോൾ ഇരുമ്പി കൊണ്ട് മൊത്തം മൂടിയിട്ടുണ്ട്. ഒരു കണ്ണ് മാത്രമേ പുറത്ത് കാണുകയുള്ളൂ, ആരാണെന്ന് പോലും തിരിയില്ല. അത്രയ്ക്കും സുരക്ഷിതമായ ആയുധങ്ങളും വസ്ത്രങ്ങളുമാ, പടക്കുപ്പായങ്ങളാ, പടത്തൊപ്പികളാ, ബെൽറ്റുകളാ, ആയുധങ്ങളാ, ഇങ്ങനെ സർവായുധങ്ങളോട് കൂടിയിട്ട് 950 ആളുകളാ. ഇഷ്ടം പോലെ കഴിക്കാൻ അവർക്ക് ഭക്ഷണങ്ങളാ. ആദ്യത്തെ ദിവസം അബൂജഹൽ അറുക്കുന്നത് 10 ഒട്ടകങ്ങളാ. രണ്ടാം ദിവസം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കൊച്ചാപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു അറുക്കുന്നത് 10 ഒട്ടകങ്ങളാ. ഉത്ബ അറുക്കുന്നത് 9 ഒട്ടകങ്ങളാ. ശൈബ അറുക്കുന്നത് 10 ഒട്ടകങ്ങളാ. സുഹൈൽ ഇബ്നു അംർ അറുക്കുന്നത് 9 ഒട്ടകങ്ങളാ. ഇങ്ങനെ ഇഷ്ടം പോലെ ഒട്ടകത്തെ അറുത്തുകൊണ്ട് മാംസം കൊടുക്കുകയാ. മാംസം മാത്രമല്ല, റൊട്ടിയും മറ്റ് സാധനങ്ങളും വേറെയുണ്ട്. അത് കൂട്ടാൻ മാത്രമാണ് ഈ മാംസങ്ങള്. ഇഷ്ടം പോലെ കള്ളുകളുണ്ട്, കുടിച്ചു പൂസാവാൻ കള്ളുകളുണ്ട്. ഇക്കിളിപ്പെടുത്തുന്ന പാട്ടുകൾ പാടിയിട്ട് ആവേശം കൊള്ളിക്കാൻ തരുണികളായിരിക്കുന്ന പെൺകുട്ടികളുണ്ട്, വാദ്യമേളകളുണ്ട്. ഈ സർവസന്നാഹങ്ങളോടുകൂടി വരികയാ. അവർ വന്ന് ബദറിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാ. സുഹൈൽ ഇബ്നു അംർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂടെയുള്ള സ്വഹാബികളെയും ഒന്ന് നിരീക്ഷിക്കുകയാ. നിരീക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോയിട്ട് പറയുന്നു, ഇല്ല ഇല്ല, അവര് 300 പേരാ. പക്ഷെ 1-2 ആളുകൾ കൂടിയെന്ന് വന്നേക്കാ, അല്ലെങ്കിൽ 1-2 ആളുകൾ കുറഞ്ഞെന്ന് വന്നേക്കാ. ഏകദേശം 300 ആളുകളാ. അവര് മദീനയിലെ ചാവാലി ഒട്ടകങ്ങളാ. അവരെ കണ്ണുകുഴിഞ്ഞിട്ടുണ്ട്, എല്ലുന്തിയിട്ടുണ്ട്, പട്ടിണിപ്പാവങ്ങളാ, വേച്ച് വേച്ച് നടക്കുന്നവരാ, ഒന്നിനും കൊള്ളാത്തവരാ. ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും അബൂ സുഹൈൽ പറയുകയാണ്, ഞാൻ ഒന്നുകൂടി നിരീക്ഷിച്ചു വന്നേക്കാ. ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ സമീപ പ്രദേശങ്ങളിലോ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. വീണ്ടും പരിസരം മുഴുവനും അരിച്ചു പൊറുക്കിയിട്ട് സുഹൈൽ ഇബ്നു അംർ പറയുന്നു, അതേ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ഉള്ള, ഏറ്റവും തന്റെ ഇടമുള്ള ഉത്ബയോട് ചെന്ന് പറയുന്നു, ഉത്ബത്ത് ഇബ്നു റബിയ, അവരെ കൂട്ടത്തിൽ കാരണവര്, നല്ല ബുദ്ധിയുള്ളവര്. ആ ഉത്ബനോട് പറയുന്നു, ഇബ്നു ഹൻദലിയത്തിനോടൊന്ന് പറ, അബൂജഹലിനോടൊന്ന് പറ, ഈ യുദ്ധം നമുക്ക് വേണ്ട. മദീനയിൽ നിന്ന് വന്ന ചാവാലി ഒട്ടകങ്ങള്, ആ വേച്ച് വേച്ച് നടക്കുന്നതാ, എഞ്ചുന്തിയവര്, കണ്ണുകുഴിഞ്ഞവര്, നോമ്പ് നോറ്റി ക്ഷീണിച്ചവര്, പേക്കോലങ്ങള്, അവര് ഞാൻ കാണുന്നു, അവര് മരണം ചുമന്നവരാ, അവര് മരിക്കാൻ വേണ്ടി വന്നവരാ. ഒരു കാര്യം ഉറപ്പാണ്, ആ 300 ആളുകൾപ്പെട്ട ഒരാള് മരിക്കണമെങ്കിൽ നമ്മിൽപ്പെട്ട ഒരാളെ കൊല്ലാതെ, നമ്മിൽപ്പെട്ട ഒരാളെ വകവരുത്താതെ അവരിൽ ഒരാളും മരിക്കുകയില്ല. ഈ 300 ആളുകളങ്ങ് മരിക്കുമ്പോൾ, അവരെ അങ്ങ് കൊല്ലുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട 300 ആളുകളെ ഏറ്റവും ചുരുങ്ങിയത് കുരുതി കൊടുക്കേണ്ടി വരുന്നതാ. ഇബ്നുൽ ഹൻദലിയയോട് പറയുക, നമ്മുടെ കച്ചവട സംഘം സുരക്ഷിതമായിട്ട് മക്കയിലെത്തിയിട്ടുണ്ട്, നമുക്ക് നാശങ്ങളില്ല, നഷ്ടങ്ങളില്ല. എന്തിനു വേണ്ടി ഈ 300 ആളുകളെ കുരുതി കൊടുക്കണം? നമുക്ക് തിരിച്ചു പോകാം, നമുക്ക് രക്ഷപ്പെടാം. ഈ മദീനയിൽ വന്ന ആളുകൾ പേക്കോലങ്ങളാണെങ്കിലും, വേച്ച് വേച്ച് നടക്കുന്നവരാണെങ്കിലും, ചാവാലി ഒട്ടകങ്ങളാണെങ്കിലും, ഒരാളെങ്കിലും കൊല്ലാതെ അവരും മരിക്കൂല. ഇത് കേട്ട പാട് അബൂജഹലിനെ പറഞ്ഞയക്കുകയാണ്, നമുക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാം, നമുക്ക് തിരിച്ചു പോകാം, നാശങ്ങളില്ല, നഷ്ടങ്ങളില്ല, ഒന്നും വരാനില്ല. പക്ഷെ അബൂജഹൽ എന്ന മനുഷ്യൻ അഹങ്കാരം വിട്ടില്ല. അവൻ പറഞ്ഞു, അതാ ദുഷ്ടനാകുന്ന ഉത്ബ, പേടിത്തൊണ്ടനാകുന്ന ഉത്ബ ചങ്കും വീർപ്പിച്ച് വന്നിരിക്കുകയാ എന്ന് പറഞ്ഞ് മാനവങ്ങൾ
കളങ്കപ്പെടുത്തി, വല്ലാതെ പരിഹസിച്ചു. സുബ്ഹാനല്ലാഹ്. ഞാൻ ചുരുക്കി പറയുന്നു, അസ്വാദിഖുൽ മസ്തൂഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അത്രയും മോശമായിട്ട് ചിത്രീകരിച്ച്, അത്രയും അപകീർത്തിപ്പെടുത്തി ഇളിമ്പനാക്കിയിട്ടുള്ള ഉത്ബ കൃത്യമായിട്ട് യുദ്ധത്തിന് പങ്കെടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഈ സ്വഹാബികൾ ഇങ്ങനെ യുദ്ധത്തിന് നിൽക്കുമ്പോൾ പതാ ഒന്നിനും കഴിയാതെ, വിശപ്പിന്റെ കാഠിന്യം, വസ്ത്രങ്ങളില്ല, ആയുധങ്ങളില്ല. ആ നിൽക്കുമ്പോഴാണ് മഹാനാംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ധീരമായ പോരാട്ടം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതിനുശേഷം നേരത്തെ പേടിത്തൊണ്ടനെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിച്ച ഉത്ബയുണ്ടല്ലോ, ഉത്ബയദാ രംഗത്ത് വരുന്നു. ഉത്ബ വരുന്നു, തന്റെ അനുജൻ ശൈബയുണ്ട്, തന്റെ മോൻ വലീദുണ്ട്, 3 പേരും ചുണക്കുട്ടികള്. ഉത്ബയദാ വന്ന് നോക്കുമ്പോ 950 ആളുകളുടെ പടത്തൊപ്പി തന്റെ തലയിൽ വെച്ച് നോക്കുമ്പോ ഒരാളെ തൊപ്പിയും തനിക്ക് പാകപ്പെടുന്നില്ല. തന്റെ തലക്ക് പറ്റിയ തൊപ്പിയില്ല, പടത്തൊപ്പിയില്ല. അവസാനം ഒരു കരിമ്പടം കൊണ്ട് ശരിക്കും തന്റെ തല കെട്ടിയിട്ട് ഉത്ബ വരുന്നു, ശൈബ വരുന്നു, വലീദ് വരുന്നു. ഹബീബായ തങ്ങളോട് പോർവിളി നടത്തുന്നു. മുഹമ്മദേ, ആൺകുട്ടികളുണ്ടോ നിന്റെ കൂട്ടത്തില്? ആൺകുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? വരട്ടെ, ഞങ്ങളോട് പോരിന് വരട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഔഫ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് റവാഹത്ത് റളിയല്ലാഹു അൻഹു 3 പേരും അൻസ്വാരികളാ. ഈ 3 പേരും പടക്കളത്തിലേക്ക് ഇറങ്ങി മുഖാമുഖമായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾക്കറിയില്ല, നിങ്ങളോട് ഞങ്ങൾക്ക് പകയില്ല, വിദ്വേഷമില്ല, എതിർപ്പില്ല, ഞങ്ങൾക്ക് നിങ്ങൾ കിടയക്കൂല. കിടയത്തവരോടെ ഞങ്ങൾ പോരിനുള്ളൂ, അവരോടെ ഞങ്ങൾ പോരാട്ടത്തിനുള്ളൂ. കിടയത്തവർ വരട്ടെ. ഹംസയെവിടെ? അബൂബൈദയെവിടെ? മഹാനരായ ഹംസത്ത് റളിയല്ലാഹു അൻഹു അസ്വദിനെ കൈകാര്യം ചെയ്തങ്ങ് എത്തിയിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ ഉത്ബയുടെ ധിക്കാരത്തോടുകൂടെയുള്ള വെല്ലുവിളി കേട്ടപ്പോൾ കുമ്യാ ഹംസ എഴുന്നേൽക്കൂ, ഹംസ. കുമ്യാ അബൂ ഉബൈദ എഴുന്നേൽക്കൂ, അബൂ ഉബൈദ. കുമ്യാ അലി എഴുന്നേൽക്കൂ. 3 പേരും. അബൂ ഉബൈദ മുത്തുനബിന്റെ പിതൃവ്യൻ ഹാരിസിന്റെ മോനാ, വളരെ പ്രായം ചെന്നവരാ. ഹംസത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിന്റെ കൊച്ചാപ്പയാ, പ്രായം ചെന്നവര്. 3 അലി റളിയല്ലാഹു അൻഹു തങ്ങളാണെങ്കിൽ പിതൃവ്യന്റെ പൊന്നുമോനാ, ചെറുപ്രായക്കാരനാ. വലീദും അലിയാരും തമ്മിൽ ഏറ്റുമുട്ടാൻ നിൽക്കുന്നു. ശൈബയും ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളും നേർക്കുനേർ നിൽക്കുന്നു. മഹാനരായ അബൂ ഉബൈദ തങ്ങളും ഉത്ബയും നേർക്കുനേർ നിൽക്കുന്നു. ഈ മുഖാമുഖം നിൽക്കുന്നവരെ ഖുർആൻ പറയുന്നു, അല്ലാഹ് അല്ലാഹ് കേട്ടിട്ടില്ലേ? ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. 2 കക്ഷികളാ. ഇഖ്തസമൂ ഫീ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചവര്, റബ്ബിന്റെ കാര്യത്തിൽ വാഗ്വാദം നടത്തിയവരാ. ആകാശഭൂമി, വിശാലമായ ആകാശഭൂമി ഉൾപ്പെടെയുള്ള സർവചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന സർവാധിനാഥനാണ് ഞങ്ങളുടെ അല്ലാഹ് എന്ന് പറയുന്ന ഒരു ടീമാണ്. ഞങ്ങളുടെ ദൈവം എന്ന് പറയുന്ന മറ്റൊരു ടീമാണ്. നാളെ ആഖിറത്തിലെത്തുമ്പോ, മനുഷ്യർക്കിടയിൽ വിചാരണ നടക്കുമ്പോ ആദ്യത്തെ 2 കക്ഷികൾ ഇവര് 2 പേരുമാ. ഈ 2 സംഘമാ ഹബീബ് പഠിപ്പിച്ചതാ. മഹാനായ അബൂ ഉബൈദ തങ്ങളും ഉത്ബയും, മഹാനായ ഹംസ തങ്ങളും ശൈബയും, മഹാനായ അലിയാര് തങ്ങളും വലീദും മുഖത്തോട് മുഖം നിന്ന് പോരടിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇവരുടെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. ശരീരമാ സകലം ഇരുമ്പിന്റെ കുപ്പായമാ, തല മുഴുവനും കെട്ടിപ്പൊതിഞ്ഞ് ഇരുമ്പിന്റെ കുപ്പായമാ. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് തിരിഞ്ഞില്ല. കൃത്യമായിട്ട് പരിചയപ്പെടുത്തി, ഞാനാണ് ഉത്ബ, ഞാനാണ് ശൈബ, ഞാനാണ് വലീദ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു തങ്ങളും ഹംസത്ത് തങ്ങളും നിമിഷ നേരം കൊണ്ടവരെ കൈകാര്യം ചെയ്തു. അതാ വാളിന്റെ വാഴ്ത്തല കൊണ്ട് വീരേതിഹാസം രചിച്ച
മഹാനായ അലി റളിയല്ലാഹു അൻഹു കരിയില പോലെ നിമിഷ നേരം കൊണ്ട് വലീദിന്റെ തല വെട്ടിയിട്ടു. തക്ബീർ ധ്വനികൾ മുഴങ്ങി. ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉടനെ തന്നെ ശൈബത്തിന്റെയും തലവെട്ടി. അതോടുകൂടി ശബ്ദമുഖരിതമ തക്ബീർ കൊണ്ട് സഹാബാക്കൾക്ക് ആവേശം കൊണ്ടു. പക്ഷേ അബൂബൈദ തങ്ങളതാ നിലത്തി വീഴുന്നു. ഉത്ബ തന്റെ മേലെ വീഴുന്നു. വീണ്ടും ബഹുമാനപ്പെട്ട അബൂബൈദ ഉത്ബയെ വീഴ്ത്തുന്നു. അബൂബൈദ തങ്ങൾ തന്റെ മേലെ വരുന്നു. പൊടിപടലങ്ങൾ പാറുന്നു. ഘോര സമരം നടക്കുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏറ്റുമുട്ടല്. ആ സമയത്ത് പെട്ടെന്ന് മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കാലിന് അതാ ഉത്ബര് വെട്ടുകൊടുത്തു. തന്റെ കാല് മുറിഞ്ഞു പോയി. തന്റെ കാലിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു എന്ന് മാത്രമല്ല, കാൽത്തുടയിൽ നിന്നതാ മജ്ജ ഒഴുകുന്നു. മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു പ്രതീക്ഷിക്കാതെ കിട്ടിയ വെട്ടുകൊണ്ട് നിലംപതിക്കുന്നു. അടുത്ത നിമിഷം അതാ വരാൻ സംഭവിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അബൂബൈദത്തിന്റെ തലയറുക്കല. ഇത് മനസ്സിലാക്കി അലിയാരി തങ്ങള്, ഇത് മനസ്സിലാക്കി ഹംസത്തുൽ കറാർ തങ്ങള് ഓടി വന്നിട്ട് അതാ ഉത്ബന്റെ തല അങ്ങ് വെട്ടിക്കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈ ബഹുമാനപ്പെട്ട അബൂബൈദ തങ്ങളെ രണ്ടുപേരും താങ്ങി പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ അരിശ പന്തലിൽ എത്തിച്ചു. അബൂബൈദ തങ്ങൾ പൊട്ടിക്കരയുന്നു. യാ റസൂലല്ലാഹ്, ഈ പാവപ്പെട്ട ഉബൈദ ഇനി ജീവിക്കൂല. എന്റെ മജ്ജയാണ് ഒഴുകുന്നത്, രക്തമാവാർന്നൊഴുകുന്നത്. ഇനി ഞാൻ നിൽക്കൂല. അതിൽ സങ്കടമില്ല. ഇസ്ലാമിന്റെ ഒന്നാമത്തെ പോരാട്ടത്തിൽ ഷഹീദായി മരിക്കണമെന്ന് കരുതി വന്നത് ഈ പാവപ്പെട്ട അബൂബൈദ ഇവിടെ നിന്ന് മരിച്ചാൽ എനിക്ക് ഷഹാദത്തിന്റെ പ്രതിഫലം കിട്ടൂലേ? ബഹുമാനപ്പെട്ട അബൂബൈദ തങ്ങൾ പറയുകയാ, എന്റെ കാല് മുറിഞ്ഞാലും മജ്ജവാർന്നാലും രക്തം വെറ്റി വരണ്ടാലും ഈ അബൂബൈദക്ക് പ്രശ്നമല്ല. അബൂബൈദ അതിനു വേണ്ടി വന്നത്. പക്ഷെ നാളെ സുഖലോക സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം ഇതുകൊണ്ട് എനിക്ക് ലഭിക്കണം. പടച്ചറപ്പന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഇസ്ലാമാകുന്ന കുപ്പായം എന്നെ ധരിപ്പിച്ചുവല്ലോ. മുസ്ലിമായിട്ട് മരിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ഇസ്ലാം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ആഖിറസമാനിലെ മക്കളെ ഞാൻ ചോദിക്കുകയാ, ഈ കുപ്പായം എൻ്റെ അടുത്തുണ്ട്, ഈ കുപ്പായം നിന്റെ അടുത്തുണ്ട്. നമുക്കൊക്കെ ഇസ്ലാമിന്റെ കുപ്പായമുണ്ട്. ഈ കുപ്പായം അല്ല നമുക്ക് ധരിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ കിട്ടിയതാ? പാരമ്പര്യം കൊണ്ട് കിട്ടിയതാ. ഉപ്പ മുസ്ലിമായതിനാല്, ഉപ്പാപ്പ മുസ്ലിമായതിനാല്, മുസ്ലിം കുടുംബത്തിൽ പിറന്നതിനാല് കിട്ടിയ കുപ്പായമാ. ഈ ഇസ്ലാം എന്ന കുപ്പായത്തിന് വേണ്ടി ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല, ത്യജിക്കേണ്ടി വന്നിട്ടില്ല, അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. അബൂബൈദ അവിടുന്ന് പറയുന്നു, ഹുബൈബ് തങ്ങൾ പറഞ്ഞ പോലെ, മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞ പോലെ, എന്ത് കൊടുത്താലെന്താ? ഇസ്ലാമാകുന്ന കുപ്പായം കൊണ്ട് എന്നെ നഗ്നതയൊന്ന് മറയ്ക്കാൻ ഒത്തൽ മസവിയ സർവ്വനികളും മറക്കുന്ന ഈ കുപ്പായം കിട്ടിയല്ലോ. സുബ്ഹാനല്ലാഹ്. പിന്നെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നു. ശത്രുക്കളെ 70 ആളുകൾ കൊല ചെയ്യപ്പെടുന്നു, 70 ആളുകൾ പിടിക്കപ്പെടുന്നു. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പരാജയം അവർക്ക് നേരിടുന്നു. അന്ന് ഫോണില്ലാത്തത് കൊണ്ട്, അന്ന് മറ്റുള്ള സംവിധാനങ്ങളില്ലാത്തത് കൊണ്ട് ആരും ഇതറിയാതെ പോയില്ല. എങ്ങനെയാണ് ഈ ബദർ ഏറ്റവും വലിയ സംഭവമായെന്ന് അറിയോ? ഹബീബായ തങ്ങൾ പറയുന്നു, ഈ 305 ആളുകൾ
ആളുകളെങ്ങാനും ഇവിടെ കൊല ചെയ്യപ്പെട്ടാൽ, ഇവരെങ്ങാനും ഒരു പരാജയപ്പെട്ടാൽ, ഞാനും നിങ്ങളും പറയുന്നത് പോലെയല്ല. ലോകത്ത് ഒരിക്കൽ പോലും കളവ് പറയാത്ത റസൂൽ, ഒരു വാക്ക് പിഴക്കാത്ത റസൂൽ, അള്ളാഹുവിന്റെ വഹി കൊണ്ട് മാത്രം പറയുന്ന റസൂൽ പറഞ്ഞ വാക്കറിയുമോ? ഈ 305 ആളുകളെങ്ങാനും ഈ ത്യാഗത്തിന് സന്നദ്ധരായിട്ടില്ല എങ്കിൽ, ഇവരെങ്ങാനും ഇവിടെ വെച്ച് പരാജയപ്പെടുകയാണെങ്കിൽ, ഒരു മഅ്ദിനും പിന്നീട് സ്ഥാപിക്കപ്പെടൂല, ഒരു മർക്കസും പിന്നെ സ്ഥാപിക്കപ്പെടൂല, ഒരു പള്ളിയും പിന്നെ സ്ഥാപിക്കപ്പെടൂല, ഒരു റമദാനും പിന്നെ ഉണ്ടാവില്ല, ഒരു മജ്ലിസും പിന്നെ ഉണ്ടാവില്ല. ഈ ലോകത്ത് നിനക്ക് വേണ്ടി ഒരു സുജൂദും ചെയ്യപ്പെടൂല. അല്ലാഹ് ഇന്ന് നമ്മൾ മഅ്ദിന് കൊണ്ട് അഭിമാനിക്കുന്നു, മർക്കസ് കൊണ്ട് അഭിമാനിക്കുന്നു, നോളജ് സിറ്റി കൊണ്ട് അഭിമാനിക്കുന്നു, 10,000-കണക്കിന് പള്ളികളെ കൊണ്ട്, ആരാധനാലയങ്ങളെ കൊണ്ട് ഞാനും നിങ്ങളും അഭിമാനിക്കുന്നു. അന്ന് അതിന് സന്നദ്ധരായത് ഈ ബദരീങ്ങളാ. ഇവരന്നതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ലോകത്തൊരു ഇബാദത്തും നടക്കുമായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അന്ന് ബദറിൽ അവർ നടത്തിയ വിജയം, അന്ന് ഫോണില്ലാത്തത് കൊണ്ട്, ടെലിവിഷൻ ഇല്ലാത്തത് കൊണ്ട്, വാർത്താ മാധ്യമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ലോകത്ത് അറിയാതെ പോയില്ല. അല്ലാഹുവിന്റെ സംവിധാനങ്ങളുണ്ട്. അന്നത്തെ രാത്രി തന്നെ ലോകരാഷ്ട്രങ്ങളിൽ, കിസ്രയുടെ കൊട്ടാരത്തില്, കൈസറിന്റെ കൊട്ടാരത്തില്, മക്കയില് എന്ന് വെക്കേണ്ട ലോകത്ത് മുഴുവനും ഹാത്തിഫ് വിളിച്ചു പറഞ്ഞു, അശരീരി വിളിച്ചു പറഞ്ഞു, അസാറൽ ഹനീഫിയൂന ബദ്റം ബിവഖഅതി സയൻകല്ലു മിൻഹാ റുക്നു കിസ്റാ വകൈസറ അബാദത് റിജാലൻ മിൻ ലുഅയ്യിൻ വഅബ്റസത് ഖറായിദ യദ്രിബന തറായിബ ഹുസ്സറാ. ലോകത്ത് മുഴുവനും ജിന്നുകൾ വിളിച്ചു പറഞ്ഞു, അശരീരികൾ വിളിച്ചു പറഞ്ഞു. അതാ ഹനീഫിയൂൻ, സത്യമതത്തിന്റെ വാക്താക്കള്, ധർമ്മത്തിന്റെ വാക്താക്കള്, നീതിയുടെ വാക്താക്കള്, ഇബ്രാഹിം നബിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന വാക്താക്കള്. ലോകത്ത് ബദർ ഒരൊറ്റ സംഭവം കൊണ്ട് എല്ലാ കാലവും ബദറിനെ അനുസ്മരിക്കുന്നതാക്കി, ബദറിനെ യാത്രി സിയാറത്ത് ചെയ്യപ്പെടുന്നതാക്കി. സയൻകല്ലു മിൻഹാ റുക്നു കിസ്റാ വകൈസറ. ആ ഒരൊറ്റ സംഭവമാ കിസ്റയെ പേടിപ്പിച്ചത്. ആ ഒരൊറ്റ സംഭവം കൊണ്ടാ സീസർ ചക്രവർത്തി ഞെട്ടിവിറച്ചത്. അല്ലാ, അന്ന് ബദറിലെങ്ങാനും പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ലോകത്തിന്റെ ചിത്രം ഇങ്ങനെയാകുമായിരുന്നില്ല. കിസ്റാ ചക്രവർത്തി ലോകത്തെ ഏറ്റവും വലിയ വൻശക്തിയല്ലേ അന്ന്. പേർഷ്യയും റോമും, ഇന്ത്യ രാജ്യം പോലും അന്ന് പേർഷ്യക്ക് കീഴിലായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി വെച്ചില്ലേ, ആ കിസ്റാ ചക്രവർത്തിക്ക് ബോധ്യം വന്നത്, കൈസർ ചക്രവർത്തിക്ക് ബോധ്യം വന്നത്, പോരാട്ട വീര്യമുള്ള റസൂൽ, വാളെടുക്കുന്ന റസൂൽ, വിജയിക്കുന്ന റസൂൽ, ശത്രുക്കളെ ജയിച്ചടക്കുന്ന റസൂൽ, ന്യൂനപക്ഷത്തെ ന്യൂനപക്ഷമായിട്ടും മഹാഭൂരിപക്ഷത്തെ ജയിച്ചടക്കുന്ന റസൂൽ എന്ന് അവർക്ക് ബോധ്യം വന്നത്, ക്രിസ്ത്യാനികൾക്ക് ബോധ്യം വന്നത്, കൈസറിന് ബോധ്യം വന്നത്, കിസ്റക്ക് ബോധ്യം വന്നത്, നേക്ലസ് ചക്രവർത്തിക്ക് ബോധ്യം വന്നത്, ലോകരാഷ്ട്രത്തിലുള്ള ശക്തികൾക്ക് ബോധ്യം വന്നത് ഈ ഒരൊറ്റ ബദർ കൊണ്ടാണ്. അതാണ് ലഖദ് കാനത്തിലക്കും ആയത്തുൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ദൃഷ്ടാന്തമാണ്. അന്ന് ഇത് നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലോകത്തൊരാൾക്കും ഇത് അറിയുമായിരുന്നില്ല. കിസ്റക്ക് ബോധ്യപ്പെട്ടത് എപ്പോഴാ? പോരാട്ട വീര്യമുള്ള റസൂലാണ് ഈ റസൂൽ, വാളെടുക്കുന്ന റസൂലാണ് ഈ റസൂൽ, ശത്രുക്കളെ പരാജയപ്പെടുന്ന റസൂലാണ് ഈ റസൂൽ. തൗറാത്തിലും ഇഞ്ചീലിലും മറ്റു വേദപുസ്തകങ്ങളിലും പറഞ്ഞ റസൂല് ഈ റസൂലാണ് എന്നവർക്ക് മനസ്സിലായത് ഈ ബദർ അന്ന് നടന്നത് കൊണ്ടാണ്. അതാ ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ, നിങ്ങൾക്കുള്ള മുഅ്ജിസത്തുണ്ട്. സമയം കുറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരിക്കലും പുറത്തിറങ്ങാത്ത അന്തർജനം പോലെയുള്ള ഖുറൈശി തമ്പ്രാട്ടികളായിരിക്കുന്ന പെണ്ണുങ്ങള് മാറത്തടിച്ച് നിലവിളിച്ച് കരയിപ്പിച്ചത് ഈ ബദറിലെ സംഭവമാണ്. അതോടുകൂടി കണ്ണു തള്ളിപ്പോയി, കണ്ണു തുറന്നുപോയി.
അസ്ഹമത്ത് രാജാവ് അറിയില്ലേ, നെഗ്ലസ് ചക്രവർത്തി ജഅഫർ റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചോണ്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകർ വിജയിച്ചിരിക്കുന്നു, ലോകത്ത് ചരിത്രത്തിൽ തുല്യത വിജയം കൈവരിച്ചിരിക്കുന്നു. നിങ്ങളെന്താ വസ്ത്രമൊക്കെ അയച്ചിട്ട് ഒരു മുണ്ട് മാത്രം എടുത്ത് ഈ മണൽപ്പരപ്പിലിരിക്കുന്നത്? അന്നത്തെ ബഹുമാനപ്പെട്ട അസ്ഹമത്ത് എന്ന് പറഞ്ഞത് ഒന്നുമല്ല, ഞങ്ങളുടെ വേദപുസ്തകത്തിലുണ്ട്. ഈ പോരാട്ട വീര്യമുള്ള റസൂൽ, വാളെടുക്കുന്ന റസൂൽ, ആയുധമേന്തുന്ന റസൂൽ, ശത്രുക്കളെ നിഷ്കാസനം ചെയ്യുന്ന റസൂൽ, ആ റസൂൽ വിജയിച്ചിട്ട് വെന്നിക്കൊടി പറപ്പിക്കും. ഈ ശുഭവാർത്ത ഞങ്ങൾ പറയുമ്പോ നിലത്തിരുന്ന് മണ്ണിൽ ഇരുന്ന് വിവസ്ത്രനായിട്ട് ഇത് പറയാവൂ എന്നുണ്ട്. അത്രയും ലോക ചരിത്രത്തിൽ ഈ ബദർ ഒരു സംഭവമായി. അതുകൊണ്ടായത് യൗമുൽ ഫുർഖാനായത്, അതുകൊണ്ടായത് ആയത്തായത്, അതുകൊണ്ടാണ് ദൃഷ്ടാന്തമായത്, അതുകൊണ്ടാണ് എന്നും അനുസ്മരിക്കേണ്ടി വന്നത്. അന്നത്തെ ഒന്നാമത്തെ ടെലിഫോൺ ആ ഒരൊറ്റ സംഭവം കൊണ്ട് ബദർ എന്ന ചന്തയെ, പൂർവ്വകാലത്ത് ചന്തയാ, ആ ചന്തയെ എല്ലാ കാലത്തും അനുസ്മരിപ്പിക്കപ്പെടുന്നതും എല്ലാ കാലത്തും സിയാറത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രവുമായി മാറ്റിയെന്ന് അന്നത്തെ അശരീരികൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.